സീതാരാമനെ പിണറായി വിജയൻ കാണുന്നത് സ്വന്തം മകൾക്ക് വേണ്ടിയാണെന്നുള്ള ഒരു ചർച്ചയും അന്തരീക്ഷത്തിലുണ്ട്. ശ്രദ്ധിച്ചറിയാം. നിർമ്മല സീതാരാമൻജി പിണറായി വിജയനോടൊപ്പം ഒരു ചായ കുടിച്ചതുകൊണ്ട് രാഷ്ട്രീയത്തില് ഉള്ളൊരു നടപ്പ് മര്യാദകൾ മാത്രമാണ് അവർ കാണുന്നു. ഒരു കെട്ടസി കോൾ, ഒരു വിസിറ്റ്, ഒരു ചായ കുടി, അതിനപ്പുറം ഒന്നുമില്ല. നിയമസഭയിൽ വലിയ ഇത് എത്ര വർഷം കൈകോർക്കൽ ആര് തമ്മിലാണ്? കേരളത്തിലെ ഏത് വിഷയം നിങ്ങൾ എടുത്തു നോക്കിയാൽ ആര് തമ്മിലാണ് കൈകോർക്കുന്നത്? ഇവര് തമ്മിലല്ലേ. ഞങ്ങൾ തമ്മിൽ എന്ത് കൈകോർക്കാനാണ്? പിണറായി വിജയനെ ആ കെ വി തോമസ് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ഒരു കലാപരിപാടിയാണ് ഇതൊക്കെ. ഗവർണർ അവിടെ ആ ദിവസം അവിടെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒരു ചായ കുടിക്കാൻ വരുമ്പോ ഗവർണറെ ഒരു ചായ കുടിക്കാൻ വിളിച്ച് ഞാൻ ചോദിക്കട്ടെ, ഗവർണർ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിലപാട് മാറ്റിയിട്ടുണ്ട്? എന്താണ് നിങ്ങൾ പറയുന്നത്? ഇപ്പൊ സർവകലാശാലകളുടെ നിയന്ത്രണം സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലേക്ക് കൊണ്ടുവരാൻ ചാൻസലർ പദവി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകാനുള്ള ശക്തമായിട്ടുള്ള നീക്കം സർക്കാരുകൾ നടത്തുകയാണ്. ആ വിഷയത്തിൽ എന്താ ഗവർണർ നിലപാട്? അപ്പൊ ഗവർണർ ഒരു ചായ കുടിച്ചതുകൊണ്ട് അതിപ്പോ എല്ലാ സംസ്ഥാനങ്ങളിലും പതിവുള്ളതാണ്. ദില്ലിയിലൊന്നും ഒരു ചായ കുടി ഒരു വിഷയമേ അല്ല. മന്ത്രിമാരെല്ലാവരും വന്ന് കാണുകയും ചായ കുടിക്കുകയും പോവുകയൊക്കെ ചെയ്യണം. അതിനെയൊക്കെ രാഷ്ട്രീയമായിട്ട് ഇവിടെ എന്തോ കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഈ കൈകോർക്കലൊക്കെ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടാണ്? ആരെങ്കിലും ചായ കുടിച്ച് കൈകോർക്കും? എന്താണ് ഈ പറഞ്ഞതിനർത്ഥം? ഗവർണർ സ്വാഭാവികമായിട്ടും അവിടുത്തെ UDF എംപിമാരാണ് അധികവും. UDF എംപിമാരെ എല്ലാവരെയും വിളിച്ച് മീറ്റിംഗ് നടത്തുന്നു. മുമ്പ് ഉണ്ടായിട്ടില്ലാത്തതാണ്. കേരളത്തിന് മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത രീതിയാണ്. ഞാൻ ചോദിക്കട്ടെ, UDFന്റെ എംപിമാർ നമ്മളെ എംപിമാരല്ലേ? കേരളത്തിന്റെ എംപിമാരല്ലേ? കേരളത്തിന്റെ എംപിമാരെ ഗവർണർ ചായ സൽക്കാരത്തിന് വിളിച്ചു. കേരളത്തിന്റെ വികസന പ്രശ്നങ്ങളെ ചർച്ച ചെയ്തു. എന്താ തെറ്റുള്ളത്? നല്ല കാര്യം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ ആരോപണം ഉന്നയിച്ച് ചെന്നിത്തലയോട് എന്റെ ചോദ്യം, അവിടെ ഒരു ചായ കൂടി UDF എംപിമാരായിട്ട് നടന്നല്ലോ. അവിടെ എന്തെങ്കിലും രാഷ്ട്രീയമാണോ ചർച്ച ചെയ്തത്? അപ്പൊ ഇത് സ്വാഭാവികമാണ്. ഇതിനെയൊക്കെ സംശയദൃഷ്ടിയോടുകൂടി കാണുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ്?